2026 അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്ന നക്ഷത്രക്കാർ. ജൂൺ മാസത്തിന് ശേഷം വരുമ്പോഴേക്കും 4ാമത്തെ രാശിയിലോട്ട് വരും. 7ര ശനിയുടേതായ ദോഷഫലങ്ങൾ കുറയുകയും ചെയ്യും. ബ്ലോക്കായി നിന്ന എഡ്യൂക്കേഷൻ ആവട്ടെ, അതെല്ലാം കുറച്ചുകൂടെ നല്ലതായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ടൈമായിട്ട് പറയാൻ പറ്റും. കുറച്ചുകൂടെ സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സമയമാണ്. നക്ഷത്രം അല്ലെങ്കിൽ ഗ്രഹങ്ങൾ നന്നായിട്ടിരിക്കുകയാണെങ്കിൽ എഴുതി തൊട്ട് കഴിഞ്ഞാലും ഭാഗ്യം വരുമെന്നൊരു അവർ എന്തെങ്കിലും ഒരു എഫർട്ട് കൊടുത്താൽ ചിലരായിരിക്കും ഇപ്പോൾ ഇങ്ങനെ ഓടി വരും ഭാഗ്യമില്ല അന്ന് വിചാരിക്കുന്നവർ അവിടെ തന്നെ ഇരിക്കുകയുള്ളൂ. ലൈഫ് ചേഞ്ച് ചെയ്യണം എന്നുള്ളത് നമ്മൾ മാത്രം പറഞ്ഞാൽ പോരാ, അവരൂടെ വിചാരിക്കണം. ചന്ദ്രനാണ് 2.25 ദിവസത്തിനൊക്കെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഒരു വർഷത്തെ പ്രഡിക്ഷൻ കൊടുക്കുമ്പോൾ അതെങ്ങനെ കൊടുക്കാൻ പറ്റും? ഈ ശുക്രനെ ആയിരുന്നാലും കൂടുതൽ ഫോക്കസ് ചെയ്യത്തില്ല. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സുനിത വിഷ്ണുപുരമാണ്. നമസ്കാരം. നമസ്കാരം മാം. 2026 ഈ ആസ്ട്രോളജിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ജ്യോതിഷന്മാരെ സംബന്ധിച്ച് ഓരോ വർഷവും അവർക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നക്ഷത്രങ്ങളുടെ മാറ്റങ്ങളാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും പിന്നെ യൂട്യൂബിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കാൻ പോകുന്ന അല്ലെങ്കിൽ സെർച്ച് ചെയ്യുന്ന ഒരു ടോപ്പിക്കായിരിക്കും 2026 അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്ന നക്ഷത്രക്കാർ. അങ്ങനെ ഏതെങ്കിലും നക്ഷത്രമുണ്ടോ? അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്ന നക്ഷത്രങ്ങളായിട്ടൊന്നുമില്ല, പക്ഷേ നല്ല പ്ലാനറ്ററി പൊസിഷൻ വരുന്ന രാശികളുണ്ട്. അതിൽ വരുന്ന നക്ഷത്രങ്ങളെല്ലാം ഗുണകരമാണ്. അപ്പോൾ അതിന് ഫോർ എക്സാമ്പിൾ ഇടവം രാശിയിൽ വരുമ്പോഴേക്കും ഇടവൻ രാശിയും അതുപോലെ മേടം രാശിക്ക് ഇപ്പം 7ര ശനി കാലഘട്ടമാണല്ലോ നടക്കുന്നത്. അപ്പോൾ അതിൽ 3ാമത്തെ രാശിയിലാണ് 12ാം ഭാവാധിപതി 3ാം ഭാവത്തിലാണ് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ജൂൺ മാസത്തിന് ശേഷം വരുമ്പോഴേക്കും 4ാമത്തെ രാശിയിലോട്ട് വരും. 7ര ശനിയുടേതായ ദോഷഫലങ്ങൾ കുറയുകയും ചെയ്യും മേടം രാശിക്കാർക്ക്. അപ്പോൾ അത് മാത്രമല്ല 9ാമത്തെ രാശി ഭാഗ്യഭാവത്തിൻ്റെ ആധിപത്യം വഹിച്ച ഗ്രഹമാണ് ഉച്ചനായി സഞ്ചരിക്കുന്നത്. ഭാഗ്യഭാവത്തിൻ്റെ ആധിപത്യം വഹിച്ച ഗ്രഹം കർമ്മഭാവത്തിലോട്ട് വീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യം എന്ന് പറയുന്നൊരു ഘടകം, ഭാഗ്യം, ഓപ്പർച്യൂണിറ്റീസ്, ഇതൊക്കെയല്ലേ വളരെ പ്രധാനമുള്ള വിഷയങ്ങൾ. അപ്പോൾ അത് വരുമ്പോഴേക്കും അതുപോലെ വീട്, വാഹനം, ജോലി, അപ്പോൾ ഇതൊക്കെ ഇതുവരെ ഉണ്ടായിരുന്ന ബ്ലോക്ക് ജൂൺ മാസത്തിന് ശേഷം മേടം രാശിക്കാർക്ക് മാറിക്കിട്ടും. മേടം രാശിക്ക് ജൂൺ മാസത്തിന് ശേഷമായിരിക്കും നല്ല കാലം വരാൻ പോകുന്നത്. ജൂൺ മാസത്തിന് ശേഷമാണ്. ഈ മേടം രാശി എന്ന് പറയുമ്പോൾ ഇതില് നക്ഷത്രക്കാർ വരില്ലേ? അശ്വതി, ഭരണി, കാർത്തിക, കാൽഭാഗം അടങ്ങിയത്. അപ്പോൾ ഈ നക്ഷത്രക്കാർക്കാർക്കുമോ കൂടുതലും ഒരു ബെനിഫിറ്റ് ഉണ്ടാകാൻ? അല്ല, അതുപോലെ ഒത്തിരി രാശികളുണ്ട് അങ്ങനെ ബെനിഫിറ്റ് ഉണ്ടാവുന്ന. അപ്പോൾ ഇടവം രാശി നോക്കുകയാണെങ്കിലും 11ാമത്തെ രാശിയാധിപതിയായ ഗ്രഹം വന്നിട്ട് 3ാമത്തെ രാശിയിൽ ഉച്ചനായി സഞ്ചരിക്കും. അത് 9ാമത്തെ രാശിയിലോട്ട് ഭാഗ്യഭാവത്തിലോട്ട് വീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഇടവം രാശിക്കാർ. പൊതുവേ തന്നെ ഒത്തിരി കോംപ്രമൈസ് ചെയ്യുന്ന ആൾക്കാരാണ് ഇടവൻ രാശിക്കാർ. ത്യാഗി ക്ലേശസഹ എന്ന് പറയും. എപ്പോഴും മറ്റുള്ള ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ട് ഒക്കെ തന്നെ ഒത്തിരി കോംപ്രമൈസ് ചെയ്തു പോകുന്ന ആൾക്കാരാണ്. അപ്പം അവർക്ക് ഈ ഒരു സമയം എന്ന് പറയുന്നത് അവരുടെ ഇപ്പം ബ്ലോക്കായി നിന്ന എഡ്യൂക്കേഷൻ ആവട്ടെ, അതെല്ലാം കുറച്ചുകൂടെ നല്ലതായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ടൈമായിട്ട് പറയാൻ പറ്റും. കുറച്ചുകൂടെ സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സമയമാണ് ഇടവം രാശിക്കാർ. 2026 കംപ്ലീറ്റ് അത് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ 2ാമത്തെ രാശിയിൽ 11ാമത്തെ രാശിയാധിപതിയായ ഗ്രഹം, 11 എന്ന് പറഞ്ഞാൽ ലാഭസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിച്ച ഗ്രഹം വന്നിട്ട് ധനഭാവത്തിലോട്ട് സഞ്ചരിക്കുന്നുണ്ട്. മാത്രമല്ല 9, 10, 11 ഭാവങ്ങൾ തമ്മിലൊരു കണക്ഷനുണ്ട്. ധർമ്മ, കർമ്മ, ലാഭസ്ഥാനങ്ങളുമായിട്ട് ഈ ഇടവം രാശിക്കാർക്ക് ഈ ഒരു കാലഘട്ടത്തിൽ, അത് 2026 മൊത്തത്തിൽ തന്നെ പറയാൻ പറ്റും. അങ്ങനെ ഒരു അപ്പം നമ്മൾ അവിടെ എല്ലാം ലോട്ടറി അടിക്കുകയോ ഭയങ്കര മഹാത്ഭുതങ്ങൾ സംഭവിക്കുകയോ ഒന്നും അല്ല ചെയ്യണം. മറിച്ച് അവർക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന സിറ്റുവേഷൻ കുറച്ചുകൂടെ നല്ലതായിട്ട് അവർക്കൊരു ഫൗണ്ടേഷൻ കൊടുത്തു പോകാൻ പറ്റുന്ന ഒരു സമയം എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സമയം. തൊടുന്നതിലെല്ലാം ഭാഗ്യം ഉണ്ടാകുമെന്നൊരു ചിന്ത പലർക്കും ഉണ്ട്. ഈ ഇത്തരത്തിൽ, അതായത് നക്ഷത്രം അല്ലെങ്കിൽ ഗ്രഹങ്ങൾ നന്നായിട്ടിരിക്കുകയാണെങ്കിൽ എഴുതി തൊട്ട് കഴിഞ്ഞാലും ഭാഗ്യം വരുമെന്നൊരു ചിന്ത. അത് നമ്മൾ യൂട്യൂബ് ചാനൽ ഇങ്ങനെയൊക്കെ ഒരു ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭാഗ്യം വരും എന്നുള്ളതല്ല, അവർക്കതിൽ ഈ കറണ്ട് പ്ലാനറ്ററി പൊസിഷൻ കൊണ്ട് അവർക്കതിൽ ഭാഗ്യമൊന്നും ഉണ്ടാവില്ല. പക്ഷേ അവരുടെ മഹാദശാകാലഘട്ടം നല്ലതാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇടവം രാശിക്കാർക്ക് ഭയങ്കര നല്ലതായിരിക്കും. അത് ഫൈനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാക്കും, കരിയർ ഗ്രോത്ത് ഉണ്ടാക്കും, അതുപോലെ എഡ്യൂക്കേഷൻ വൈസ് അവർക്ക് ഒത്തിരി ഗ്രോത്ത് ഉണ്ടാക്കും. അതുപോലെ തന്നെ ബ്ലോക്ക് ആയിരുന്ന ധനമൊക്കെ വന്ന് കിട്ടും. അല്ലാതെ ലോട്ടറി അടിച്ചപ്പോൾ കിട്ടും അങ്ങനെയൊന്നുമില്ല.
മനസ്സിലായില്ല. അപ്പോൾ കുറച്ചുകൂടെ അവരുടെ ഒരു ഫൗണ്ടേഷൻ കൊടുക്കാനായിട്ട് അവരുടെ എഡ്യൂക്കേഷൻ വൈസ്, കരിയർ വൈസ്, അതുപോലെ എപ്പോഴും ഒരു മനുഷ്യനെ സംബന്ധിച്ച് ധാർമ്മികമായ നിലപാടുകൾ ഉണ്ടായിരിക്കണം. എങ്ങനെയെങ്കിലും ധനം ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടല്ലോ. അപ്പം ധാർമ്മികമായ നിലപാടുകളോടെ നിന്ന് ധർമ്മ കർമ്മ ലാഭസ്ഥാനം മാത്രമല്ല 9th ഹൗസ് ഹൗസ് ഓഫ് നോളജ് ആണ്. അപ്പം ഈ 11th ഹൗസ് ഓണറാണ് ഈ 9th ഹൗസിലോട്ട് വീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ 9th ഹൗസ് ഓണർ 11th ഹൗസിൽ നിൽക്കുന്നുണ്ട്, 10th ഹൗസ് ഓണറാണ്. അപ്പം അത് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്താണോ ഹയർ നോളജ് ഉണ്ട്, ഹയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, അതെല്ലാം നല്ല ഗ്രോത്തിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. വലിയൊരു ലാർജ് സ്കെയിൽ ഓർഗനൈസേഷനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഒരു ചെറിയ ചെറിയ ഓർഗനൈസേഷൻസിലുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ വലിയൊരു ലാർജ് സ്കെയിലോട്ട് പോകാനായിട്ട്, അത് ഫൈനാൻഷ്യലായിട്ടും പൊസിഷൻ വൈസ് ആയിരുന്നാലും ഒക്കെ തന്നെ അവർക്ക് വലിയൊരു മാറ്റം ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന സമയമായിരിക്കും. അതൊരു പ്രൊഫഷണൽസിനെ സംബന്ധിച്ചിടത്തോളം പ്രൊഫഷണൽസിൻ്റെ ഒരു പ്രഡിക്ഷൻ എന്നുള്ള ഒരു വ്യൂ പോയിന്റിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെ പറയാൻ പറ്റും. ഒരു സാധാരണ ഉള്ളൊരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് നാളായിട്ട് എഡ്യൂക്കേഷൻ എല്ലാം ബ്രേക്ക് ചെയ്ത് എങ്ങും എത്താതിരിക്കുന്ന ഒരാളിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ അവർക്ക് ഈ സമയത്ത് അവർ വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് പകുതി വെച്ച് മുറിച്ചു പോയ കാര്യങ്ങളെല്ലാം തന്നെ ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്ത് കുറച്ചുകൂടെ നല്ല രീതിയിൽ അവർക്ക് ഫൈനാൻഷ്യലായിട്ട് ഒരു നാളത്തേക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തെടുക്കാൻ പറ്റുന്നു. ഇപ്പം ഇടവൻ രാശിയെ പറ്റിയായിട്ടാണോ? ഇടവൻ രാശിയെ പറ്റി. ഇടവൻ രാശി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏതൊക്കെ നക്ഷത്രക്കാരാണ്? കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകയിരത്തിന്റെ അരഭാഗവും ചേർന്നതാണ് ഇടവം രാശിയിലെ ആൾക്കാരെന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഈ സമയം എന്ന് പറയുന്നത് കുറച്ചുകൂടെ വളരെ അവർ എന്തെങ്കിലും ഒരു എഫർട്ട് കൊടുത്താൽ, ചിലരായിരിക്കും ഇപ്പോൾ ഇങ്ങനെ ഓടി വരും ഭാഗ്യമില്ല അന്ന് വിചാരിക്കുന്നവർ അവിടെ തന്നെ ഇരിക്കുകയുള്ളൂ. പക്ഷേ അവർ അതിനുവേണ്ടി ഒരു എഫർട്ട് കൊടുക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്രോത്ത്, ഒരു അനുകൂല കാലഘട്ടത്തെക്കുറിച്ച് വെയിറ്റ് ചെയ്യുന്ന, ഒരു എഫർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു റിസൾട്ട് കിട്ടാതിരിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു 2026 കൊണ്ട് അവരുടെ ഹൊറോസ്കോപ്പ് സ്ട്രക്ചറും കറക്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ മഹാദശയും കറക്റ്റ് ആണെങ്കിലും അല്ലെങ്കിലും ഇപ്പോൾ കുറച്ചൊരു ഫേവറബിൾ ആയിട്ടുള്ളൊരു കാലഘട്ടത്തിലോട്ടാണ് അവർ കടന്നു പോകുന്നത്. ഇടവം രാശിക്കാർ ഒരുപാട് കടങ്ങളൊക്കെ ഉള്ള, അവർക്ക് കടങ്ങളൊക്കെ മാറ്റാൻ പറ്റും. കടം വെച്ച് വെറുതെ ചുമ്മാതിരുന്നിട്ട് വീണ്ടും വീണ്ടും കടം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത് കേട്ടോ. അവർക്കിപ്പോൾ ഒരു നല്ല ഒരു കുറച്ചധികം കടബാധ്യതകളുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ധനം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ കുറേ ലൈബിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഒരു നല്ല ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അവർക്കൊക്കെ എന്ന് വെച്ചാൽ ഒരു കരിയർ ഗ്രോത്ത് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു രണ്ടാമതൊരു സെക്കൻഡറി ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ഒരു എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ടോ, അല്ലെങ്കിൽ അവരുടെ നിലവിലെ ജോബിന് ഒരു ഗ്രോത്ത് ഉണ്ടാക്കിക്കൊണ്ടോ, അല്ലെങ്കിൽ അവർ ഫോറിൻ കൺട്രീസുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടോ അവർക്ക് ഈ പറഞ്ഞ ഈ ഫൈനാൻഷ്യൽ ലൈബിലിറ്റീസ് ഒക്കെ ക്ലോസ് ചെയ്യാൻ പറ്റും. ഈ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ആയിരിക്കും ചില നക്ഷത്രക്കാർക്ക് എന്ന്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഇതൊക്കെ അങ്ങനെ വേണമൊക്കെ വ്യാഖ്യാനിക്കാൻ പറ്റും. പക്ഷേ ലൈഫ് ചേഞ്ച് ചെയ്യണം എന്നുള്ളത് നമ്മൾ മാത്രം പറഞ്ഞാൽ പോരാ, അവരും കൂടെ വിചാരിക്കണം. ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ 2026 ഇടവം രാശിക്കാർക്ക് അത് പറ്റും. ഇതില് ശനി അല്ലെങ്കിൽ ബുധൻ, ശുക്രൻ ഇതിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? ശനി അനുകൂലമാണ്. 11ാമത്തെ രാശിയിൽ ഏതൊരു പാപഗ്രഹവും ദോഷകാരിയല്ല. അപ്പോൾ അതുകൊണ്ടും അങ്ങനെ നോക്കുമ്പോൾ നമ്മളെപ്പോഴും ഒരു ജനറൽ പ്രഡിക്ഷൻസ് ഈ ഒരു ലോങ് ഡ്യൂറേഷനിൽ, അതായത് ഒരു 1 ഇയർ പ്രഡിക്ഷനൊക്കെ കൊടുക്കില്ലേ, അപ്പം നോക്കുന്ന ഈ ബുധനെയോ ശുക്രനെയോ ഒന്നും അധികം നോക്കത്തില്ല. ചൊവ്വയോ അങ്ങനെ സൂര്യനെയോ. അപ്പോൾ സൂര്യൻ എന്ന് വെച്ചാൽ ഒരു മാസത്തിൽ, ചന്ദ്രനാണ് 2.25 ദിവസത്തിനൊക്കെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഒരു വർഷത്തെ പ്രഡിക്ഷൻ കൊടുക്കുമ്പോൾ അതെങ്ങനെ കൊടുക്കാൻ പറ്റും? ഈ ശുക്രനോ? ശുക്രനെ ആയിരുന്നാലും കൂടുതൽ ഫോക്കസ് ചെയ്യത്തില്ല. കൂടുതൽ നോക്കുന്നത് ഒരു ലോങ് ഡ്യൂറേഷനിൽ ഒരു രാശിയിൽ നിൽക്കുന്ന പ്ലാനറ്റ്സിനെ ആയിരിക്കും. അതായത് വ്യാഴത്തിനെ. വ്യാഴം എന്ന് പറഞ്ഞാൽ സർവേശ്വരകാരകനല്ലേ, വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി അല്ലേ വ്യാഴം വരുന്നത്. അപ്പം വ്യാഴത്തിനെ നോക്കും, ശനിയെ നോക്കും, രാഹുകേതുക്കളെ നോക്കും. കൂടുതലും ഈ ന്യൂ ഇയർ പ്രഡിക്ഷൻസ് കൊടുക്കുന്നത് ഈ 3 പ്ലാനറ്റ്സിനായിരിക്കും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെ ശുക്രന് പ്രാധാന്യമില്ല. അത് ചില കേസിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം എന്തെങ്കിലും ചില ഡീവിയേഷൻ അവിടെ ഉണ്ടാവാം. അപ്പം അഷ്ടമത്തിൽ ഇപ്പോൾ വ്യാഴം 12 വ്യാഴം നിൽക്കുന്നു, ധനനഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇപ്പം ഫോർ എക്സാമ്പിൾ ചിങ്ങൻ രാശിക്കാർക്ക് ഇനിയിപ്പം 2026 പകുതിക്ക് ശേഷം കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടാവും. കുറച്ചധികം ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവരെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം, അവർക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടാവാം, ആൻസൈറ്റി ഉണ്ടാവാം. അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഈ ഒരു അപ്രോക്സിമേറ്റ് ഒരു 1 ഇയർ ഉണ്ടാവാം. അത് 2026 കംപ്ലീറ്റ് ആയിട്ടല്ല, 2026 പകുതി തൊട്ട് 2027 പകുതി വരെയുള്ള ടൈമിലാണ്. അപ്രോക്സിമേറ്റ് ആ ഒരു ടൈമിൽ വരും. അതിലെന്ന് വെച്ചാൽ അവർക്ക് ഒരു അതെന്ന് വെച്ചാൽ 2 വിപരീത രാജയോഗമാണ് ആ രാശിക്ക് നടക്കുന്നത്. അപ്പോഴേക്കും നമുക്ക് അവിടെ നമ്മൾ ചിന്തിക്കും കർമ്മത്തിനൊക്കെ പ്രോബ്ലംസ്
ഉണ്ടോ, കർമ്മത്തിലൊക്കെ പ്രോബ്ലംസ് വരുമെന്നിരിക്കുമ്പോൾ അവിടെ ശുക്രന് പ്രസക്തിയുണ്ട്. അപ്പം ചില കാലഘട്ടങ്ങളിൽ ശുക്രൻ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് നോക്കിയിട്ട് അവിടെ നമുക്ക് ആ പ്രഡിക്ഷൻ കൊടുക്കുന്ന ശുക്രനെയും കൂടെ നോക്കാം. ചില ആളുകൾ ഇപ്പോൾ ദിവസവും ഇത്തരത്തില് രാശി നോക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ജ്യോതിഷം നോക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ മാസത്തിൽ നോക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഈ നോക്കുന്ന ജ്യോതിഷന്മാർ, മാം ആണെങ്കിൽ ഒരുപാട് പേർക്ക് ഇത്തരത്തിലുള്ള ജ്യോതിഷം നോക്കി കൊടുക്കാറുണ്ട്. സ്വന്തം രാശി എല്ലാ ദിവസങ്ങളും നോക്കാറുണ്ടോ? അങ്ങനെ എല്ലാ ദിവസം നോക്കേണ്ട കാര്യമില്ല. എന്നാലും ഓരോ മാസം കൂടുമ്പോൾ സ്വന്തം രാശി അല്ല, അത് നമുക്ക് അറിയാമായിരിക്കുമല്ലോ. സ്ഥിരമായിട്ട് നോക്കി നോക്കി നമ്മൾ പഠിക്കുന്നതേ സ്വന്തം ജാതകം പഠിച്ചായിരിക്കും നമ്മൾ ഒരു സീരിയസ്ലി അങ്ങനെ ആണ്. നമ്മൾ ജ്യോതിഷം പഠിക്കുന്ന കാലഘട്ടത്തിലെ നമ്മുടെ സ്വന്തം ഹൊറോസ്കോപ്പാണ് ശരിക്കും പഠിക്കുന്നത്. ഈ സ്വന്തം ഹൊറോസ്കോപ്പ് നോക്കി അതിൽ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്ത കാര്യം സംഭവിച്ച അങ്ങനെ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്? അത്ഭുതം അല്ല, അത് ആസ് യൂഷ്വൽ അങ്ങനെ സംഭവിക്കും. അല്ല, ആദ്യത്തെ ഒരെണ്ണം കാണുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതമായിരിക്കില്ല, അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റ് ആയിരിക്കത്തില്ലേ, ഞാൻ പ്രവചിച്ചത് അതേപോലെ എൻ്റെ ലൈഫിൽ നടക്കുന്നു എന്നുള്ളത്? അങ്ങനെ വരാം, അതൊരു എക്സൈറ്റ്മെന്റ് അല്ല. അങ്ങനെ അത് മീൻസ് ഞാൻ പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം അതിപ്പോൾ വെളിയിൽ നിൽക്കുന്ന ഒരു തേർഡ് പേഴ്സൺ ആണ് അങ്ങനെ തോന്നുന്നത്, മനസ്സിലായോ? ഇത് ഈ ആസ്ട്രോളജി അല്ലെ ഏതൊരു സബ്ജക്റ്റ് ആയിരുന്നാലും അതിനൊരു അടിസ്ഥാനപരമായ കുറേ റൂൾസ് ഉണ്ട്. ആ റൂൾസ് ഞാൻ കണ്ടുപിടിച്ച റൂൾസ് അല്ല, വരാഹമിരാചാര്യരോ ആരോഗ്യ ബുദ്ധിയുള്ള ആൾക്കാർ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന സാധനമാണ്. അതിനെയാണ് ഞാൻ പഠിച്ചത്, ഇല്ലേ? അപ്പോൾ അതിൽ വെച്ചിട്ട് ഞാൻ അതിനെ അപ്ലൈ ചെയ്യാണ് ചെയ്യണത് കൂടുതലായിട്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിന് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്താണ് ഇപ്പം ഞാനിവിടെ ഇരിക്കുന്നത്, മനസ്സിലായോ? കാരണം ഞാനിപ്പോ സ്വന്തം ഇത് രാശി നോക്കിയിട്ടാണോ ആസ്ട്രോളജി എന്ന് പറഞ്ഞിട്ട് പ്രൊഫഷനിലേക്ക് വരാൻ? ഇതിപ്പോ നമ്മളിപ്പോ ഒരു ഗുരുവിന്റെ അടുത്ത് പഠിക്കാൻ പോയിരുന്നാൽ അവരെന്റെ ജാതകം നോക്കും ഫസ്റ്റ്, എനിക്കിത് പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്നുള്ളത്. അങ്ങനെ നോക്കിയിട്ട് എത്ര ടീച്ചേഴ്സ് എനിക്കുണ്ട്, ഒരുപാട് പേര് ഉണ്ട്. എനിക്ക് ഇപ്പോൾ ഹോരയൊക്കെ പഠിപ്പിക്കുന്നതിന് മുമ്പായിട്ട് സാർ എൻ്റെ ഹൊറോസ്കോപ്പ് നോക്കിയിട്ടുണ്ട്. ഇത് ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ വല്ലതും അവരുടെ സമയം വേസ്റ്റ് ഓഫ് ടൈം ആണോ, അതിനെ പഠിപ്പിച്ചുകൊണ്ട് വല്ല ഗുണവും ഉണ്ടോ എന്നുള്ള കാര്യം അവർ ഫസ്റ്റ് നോക്കും. അപ്പോൾ അത് ഉണ്ടെന്ന് കണ്ടിട്ടാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ളത് അല്ലാതെ ഞാൻ പിന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലല്ല, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാൽ അങ്ങനെ ഇല്ല, അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോയി പഠിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷേ എനിക്കത് വഴങ്ങുന്നതാണ് എന്നുള്ളത് എനിക്കൊരു ബോധ്യമുണ്ടെങ്കിൽ എൻ്റെ ഹൊറോസ്കോപ്പിനകത്ത് അതുണ്ട്. അതുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിനകത്തോട്ട് ഇറങ്ങി തിരിച്ചത്. പിന്നെ അത് എൻ്റെ ജാതകം നോക്കിയിട്ടെന്ന് പറയുമ്പോൾ എനിക്കതിൻ്റെ മീൻസ് ഇപ്പം ഞാൻ കുവൈറ്റിൽ നിന്ന് ജോലി വിട്ടിട്ട് ഇവിടെ നിൽക്കുന്നത് എനിക്കിതുകൊണ്ട് പറ്റും എന്നുള്ളത് ഉറപ്പ് എൻ്റെ ജാതകവശാലുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അല്ല, നമ്മൾ ചോദിച്ച പോലെ ഇപ്പം ആദ്യമായിട്ട് ആ ഒരു ഹൊറോസ്കോപ്പ് നോക്കുന്നൊരു സമയം സ്വന്തം ജാതകമായിരിക്കുമല്ലോ നോക്കുന്നത്. അപ്പോൾ മാം തന്നെ പറഞ്ഞു സ്വന്തം ജാതകം നോക്കിയിട്ടാണ് പഠിക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് അതിൽ കണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ലൈഫിൽ നടന്നിട്ടുണ്ടോ? നടക്കാറുണ്ട്. പക്ഷെ ചിലത് ബിയോണ്ട് അവർ കൺട്രോൾ. നമുക്കതിനെ തിരിച്ച് ദൈവത്തിന് എൻ്റെ ഒരു സ്പേസിൽ കയറി നമുക്ക് ഇടപെടാനുള്ള ഇതില്ല. പല കാര്യങ്ങളും നമ്മുടെ കൺട്രോളിലല്ലാതെ പോകുന്ന പല കാര്യങ്ങളും. ഒരു കാര്യം സംഭവിക്കുമെന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ ഇങ്ങനെ ആകിത്തീരും എന്നറിയാം. അതിനെ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ട് കറക്റ്റ് ആകാത്ത ഏരിയ ഉണ്ട് കേട്ടോ, അത് ഞാൻ ഓപ്പണായിട്ട് പറയാം. അങ്ങനെയും ചില പോയിന്റുകൾ എനിക്കുണ്ട്. ഞാൻ പറയണത് മനസ്സിലാവണോ? അതായത് ഇപ്പോൾ ഒരു മരണം നമ്മുടെ കൺട്രോളിലാണ് അല്ല, അതൊക്കെ നമുക്ക് ഒരു പരിധി വരെ അതിനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് ബിയോണ്ട് അവർ കൺട്രോൾ. നമുക്കറിയാം ഒരു പക്ഷേ ഇങ്ങനെ അയക്കാം, ഒരു പക്ഷെ നമുക്ക് ഇത് ഒരു മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാനുള്ള യോഗമുള്ള സമയമാണ് എന്ന് ഒരു റിയലൈസേഷനൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാവും, നമുക്കൊരു ഉൾഭയം തോന്നുന്നില്ല, അല്ലെങ്കിൽ ഒരു പ്രിപ്പറേഷൻ ഉണ്ടാവും, ഒരു എന്താ പറയുക, പേടി ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ പക്ഷെ മനസ്സ് മടുപ്പ് അങ്ങനെ ഇല്ല കേട്ടോ. കാരണം എന്താണെന്നറിയോ, അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഈ റേഖി ചെയ്യുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഭയങ്കര ആൻസൈറ്റി ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ, റേഖി ചെയ്യുന്നതിന് മുന്നേ. പക്ഷെ റേഖി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് എനിക്ക് അങ്ങനെ ഭയങ്കര അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ മനസ്സ് ഉള്ളിൽ തന്നെ നടന്നിട്ടുള്ള ചില മാറ്റങ്ങളാണ്. ഞാൻ ഓവർ ആൻസൈറ്റി ഉള്ള ആളായിരുന്നു, എന്തിനേയും ഭയപ്പെടുന്നൊരു എന്തൊരു കാര്യത്തിൻ്റെയും ഒരു റിസൾട്ടിനെ ഭയപ്പെട്ടുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ എന്ത് വിഷയത്തിനാണോ എൻ്റെ ലൈഫിൽ പേടിച്ചിരുന്നത് അതെൻ്റെ ലൈഫിൽ നടന്നു പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഏതോ ഏഞ്ചൽസ് വന്ന് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്ന പോലെ ഉള്ളൊരു ഫീൽ ഉണ്ടായത് ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ റേഖി മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും തന്നെ എനിക്ക് അങ്ങനെ ഒരു ഫീൽ എനിക്ക് റേഖിയിലുണ്ട്. അത് ജ്യോതിഷം കൊണ്ടല്ല കേട്ടോ, റേഖി കൊണ്ട്. അങ്ങനെ ഒരുപാട് നന്ദി.